Hi friends, welcome to Monsoonvlogs. ഞാൻ രാജലക്ഷ്മി. COVID-19 എന്ന മഹാമാരിയെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ എല്ലാവരും. സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിക്കുക, കൈ കഴുകൽ പോലുള്ള ശുദ്ധശീലങ്ങൾ നടപ്പിലാക്കുക, ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്നത്തെ ടെക് വീഡിയോയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് COVID-19 എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഭാരത സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ COVID-19 പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യ സേതു എന്ന ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സിംഗപ്പൂർ പോലുള്ള പുറം രാജ്യങ്ങളിൽ വളരെ ഫലപ്രദമായി ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് COVID-19 പ്രതിരോധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് നമ്മുടെ ഗവൺമെൻറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടാവും, വെറും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് COVID-19 പോലുള്ള മഹാമാരിയെ പ്രതിരോധിക്കുക എന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി മൊബൈൽ ഫോൺ പ്രൊവൈഡേഴ്സ് വഴിയും മറ്റ് ഇമെയിൽസ് വഴിയും ആരോഗ്യ സേതു ആപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വിജയം ഇരിക്കുന്നത് കൂടുതൽ ആൾക്കാർ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അത് മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കുമ്പോഴുമാണ്. എങ്ങനെയാണ് ആരോഗ്യ സേതു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രവർത്തന രീതികൾ, എങ്ങനെയാണ് അത് COVID-19 എന്ന മഹാമാരിയെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും മൺസൂൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും iOS പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. 3 MB താഴെ മാത്രം സൈസുള്ള ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ അനൗൺസ്മെൻറ്റ് നടന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. ഈ വീഡിയോ എടുക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് 10 മില്യൺ, അതായത് 1 കോടിയിൽ പരം ഡൗൺലോഡുകൾ നടന്നു കഴിഞ്ഞു. പൂർണ്ണമായും സ്ക്രീനിങ് ആൻഡ് ട്രേസിംഗ് ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. ലോക്ക്ഡൗൺ കാലത്തും അതിനുശേഷം നിയന്ത്രണങ്ങളോടുകൂടി മറ്റ് പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ടി വരുമ്പോഴും നമ്മൾ സഞ്ചരിക്കുന്ന പ്രദേശം COVID-19 ബാധിത പ്രദേശത്തിൽപ്പെട്ടതാണോ എന്ന് ഈ ഒരു ആപ്പിലൂടെ അലർട്ട് വരും. COVID-19 ബാധിത പ്രദേശത്തിൽപ്പെട്ടതാണെങ്കിൽ അതിന് എടുക്കേണ്ട പ്രിക്കോഷൻസും നിർദ്ദേശങ്ങളായിട്ട് ആപ്പിലൂടെ ലഭ്യമാകും. അതോടൊപ്പം തന്നെ COVID-19 ബാധിച്ച വ്യക്തികളോ അവരുമായി സമ്പർക്കത്തിൽ വരുന്ന വ്യക്തികളോ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പരിധിയിൽ വരികയാണെങ്കിൽ അതും അലേർട്ടായിട്ട് ലഭിക്കുന്നതാണ്. ബോധവൽക്കരണം കൂടി ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. COVID-19 പറ്റിയുള്ള കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആരോഗ്യ സേതു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലഭിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴിയും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഉൾപ്പെടെ 11 ലാംഗ്വേജസിൽ അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജനറൽ ഇൻസ്ട്രക്ഷൻസ്, ആപ്പിനെ കുറിച്ചുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ് ലഭിക്കും. അതിൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ആപ്ലിക്കേഷൻ മാക്സിമം ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്താലാണ് ഈ ആപ്പ് ഉപയോഗിച്ച COVID-19 ഫലപ്രദമായി നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത സ്ലൈഡിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തന രീതിയാണ്. ബ്ലൂടൂത്ത്, ലൊക്കേഷൻ ഷെയറിങ്, ഡാറ്റ ഷെയറിങ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞുള്ള സ്ലൈഡിൽ COVID-19 ബാധിച്ച പ്രദേശങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അലേർട്ട് ലഭിക്കും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 4-ാമത്തെ സ്ലൈഡിൽ ഒരു ചെയിൻ ഓഫ് പീപ്പിൾസിനെയാണ് കാണിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, കൃത്യമായ രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കണം, എങ്കിലാണ് ഇതിൻ്റെ ഒരു കൃത്യമായ രീതിയിൽ ഇതിൻ്റെ സക്സസ്ഫുൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, ലൊക്കേഷൻ ഷെയറിംഗ് എല്ലാം ഓൾവേസ് ഓൺ ആക്കി ഇടാനായിട്ടും ശ്രദ്ധിക്കുക. അതിൽ അവിടെ രജിസ്റ്റർ എന്ന ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. താഴെ ഇൻസ്ട്രക്ഷൻസിൽ നമ്മൾക്ക് ഇവിടെ ഡാറ്റ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റകളൊന്നും തന്നെ പുറത്തേക്ക് പോവില്ല എന്ന് കൃത്യമായിട്ട് അവിടെ ഇൻസ്ട്രക്ഷനിൽ നൽകിയിട്ടുണ്ടാവും. അത് വായിച്ച് നോക്കിയതിന് ശേഷം ഞാൻ അംഗീകരിക്കുന്നു എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലൊക്കേഷൻ ഷെയറിംഗ് ഓൺ ആക്കാനുള്ള ഓപ്ഷൻസും അവിടെ വരുന്നതാണ്. നെക്സ്റ്റ് സ്ക്രീനിൽ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ട് ചോദിക്കും. നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു OTP ജനറേറ്റ് ആവും. ആദ്യത്തെ തവണ OTP ജനറേറ്റ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്നുകൂടി ട്രൈ ചെയ്താൽ OTP ജനറേറ്റ് ആവും.
അത് കഴിഞ്ഞ് OTP ഓട്ടോമാറ്റിക്കലി ആപ്പ് ഡിറ്റക്റ്റ് ചെയ്യും. ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്ക്രീനിൽ നമ്മൾ കുറച്ച് ഫോംസ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മുടെ ഏജ്, നമ്മുടെ തൊഴിൽ, അതുപോലെ തന്നെ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും വിദേശ യാത്ര നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, നമ്മൾ സ്വയം സേവനത്തിന് എന്തെങ്കിലും സന്നദ്ധനാണോ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്മൾ വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്കൊരു സ്റ്റാറ്റസ് റിപ്പോർട്ട് ലഭിക്കും. സ്റ്റാറ്റസ് റിപ്പോർട്ടിന് താഴെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പോലെയുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. ആപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷനിൽ കൊറോണ വൈറസ് COVID-19 കുറിച്ചുള്ള എല്ലാ ഔദ്യോഗിക വിവരങ്ങളും PDF രൂപത്തിൽ ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യാം. ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകൾ വഴി ഒരുപാട് ഫേക്ക് മെസ്സേജുകളും അതുപോലെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഔദ്യോഗിക കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യകതയാണ്. ഈ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് സെക്ഷനിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ COVID-19 ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ കേരള ചീഫ് മിനിസ്റ്ററിനും COVID-19 ദുരിതാശ്വാസ ഫണ്ട് ഉണ്ട്. അവിടെയും നമ്മൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇതിന് താഴെയായിട്ട് ഷെയർ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, ഇതിനെക്കുറിച്ച് അവർക്ക് ബോധവൽക്കരണം നടത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് സൈഡിലായിട്ട് ടെസ്റ്റ് എഗെയിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് കുറേ ചോദ്യങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടെസ്റ്റ് എഗെയിൻ എന്നോ അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് എന്നോ പേരിൽ ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾക്ക് COVID-19 ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ചോദിക്കുക. ചുമ, പനി തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടോ, അതുപോലെ തന്നെ പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളുണ്ടോ, നമ്മൾ വിദേശത്ത് യാത്ര ചെയ്തവരാണോ തുടങ്ങിയ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കുക. അത് ആൻസർ ചെയ്യുക. അപ്പോൾ ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് ഞാൻ ഈ കാണുന്നത്. കാരണം ഒരു ലക്ഷണങ്ങൾ ഇല്ലാത്തവരിൽ പോലും COVID-19 പോസിറ്റീവ് കേസസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, വ്യക്തി ശുചിത്വം ഉറപ്പാക്കുക, ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക, അതുപോലെ വീട്ടിലുള്ള കുട്ടികളെയും മുതിർന്നവരെയും കൂടുതലായി ശ്രദ്ധിക്കുക. ബ്രേക്ക് ദ ചെയിൻ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ നമ്മൾ ഓരോരുത്തരും ഇൻസ്റ്റാൾ ചെയ്യുക, കൃത്യമായ രീതിയിൽ അത് പ്രവർത്തിപ്പിക്കുക. മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഷെയർ ചെയ്യുക. ഇത് ഉപയോഗിക്കേണ്ട രീതി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ COVID-19 പോരാട്ടത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഭാഗമാകാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും COVID-19 പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയൊരു വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.